ദൈവം ആയുസ്സിൽ ഒരുക്കി തന്ന ഭാഗ്യത്തിനായിട്ട്, അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജൂഡി എന്ന പ്രിയ ദാസൻ പറഞ്ഞല്ലോ, വളരെ പ്രശ്നങ്ങളിൽ കൂടെ ലോകം കടന്നു പോകുമ്പോൾ, നമ്മുടെ മാതൃരാജ്യം കടന്നു പോകുമ്പോൾ, മണിപ്പൂരിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ വളരെ പ്രശ്നങ്ങൾ കൂടെ വിശ്വാസികൾ കടന്നു പോകുമ്പോൾ, ക്രിസ്ത്യാനികൾ കടന്നു പോകുമ്പോൾ, കർത്താവിൻ്റെ ഒരു ഇന്റർവെൻഷന് ഈ വിഷയങ്ങളുടെ മേൽ ഉണ്ടാകുവാനായിട്ട് ഇതിനു വേണ്ടി ഒരു തീർപ്പ് കൽപ്പാൻ കർത്താവിൻ്റെ സമയത്തെല്ലാം ഭംഗിയായി ചെയ്യുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നില്ല. പ്രാർത്ഥനയെല്ലാം ഒരു വാക്കുപോലും ദൈവസന്നിധിയിൽ പറഞ്ഞാൽ അതിന് മറുപടി ഇല്ലാതെ പോവുകയില്ല. തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. ചങ്ങലകൾ തകരും, ബന്ധനങ്ങൾ അഴിയും. പ്രിയപ്പെട്ടവരൊക്കെ കർത്താവിൻ്റെ സമയത്ത് ആശ്വസിക്കുവാനും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരുക്കുവാനും എല്ലാറ്റിനും കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. കർത്താവ് അത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാകയാൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. കല്ലും മരവും അല്ല. നമ്മുടെ കർത്താവ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും നമ്മളോടൊപ്പം കരയുകയും നമ്മളോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട് ചേർന്ന് നമുക്ക് പാടാം. എനിക്ക് ഒത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നില്ലായതു മുതലൻ ആദികളകന്നു വരാ. ആശ്രയം നിന്നില്ലായതു മുതലൻ ആദികളകന്നു വരാ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാ. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും, എൻ കർത്താവേ നിന്റെക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും, എൻ കർത്താവേ നിന്റെക്കായി. എണ്ണിയൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തും അത്ഭുതമാ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തും അത്ഭുതമാ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. എന്റെ മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, എന്റെ മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ.
ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മണിപ്പൂരിന്റെയും മറ്റു വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് പ്രിയദാസൻ പ്രാർത്ഥിച്ചല്ലോ കർത്താവ്. പ്രാർത്ഥനയെല്ലാം ശ്രദ്ധ വെച്ച് കേട്ട കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. ഈ ഒക്ലഹോമ പ്രയർ ലൈൻ കൂടെ അനേകം വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ എത്തിക്കാനായിട്ട് അനേകരെ കർത്താവ് ഈ നാളുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവ് നമ്മുടെ മക്കളുടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവൻ, ഞങ്ങളുടെ വിഷയങ്ങളെക്കാൾ വലിയവൻ, സകലത്തിന്റെ ഉടവൻ. ഹല്ലേലൂയ. അങ്ങാകയാൽ അങ്ങ് സൃഷ്ടാവാണ്, അങ്ങ് ആദിയും അന്ത്യവുമാണ്, അങ്ങാണ് അല്പവും ഒമേഗയുമാണ്. അങ്ങയാൽ അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവി. അങ്ങയുടെ സമയത്തിനായിട്ട് കർത്താവി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ വലിയ കർത്താവി അങ്ങയുടെ കർത്താവി പ്രവൃത്തി അത് കേൾക്കുവാൻ കാണുവാനും ഒക്കെ കർത്താവ് അടിയങ്ങളുടെയും ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ടും സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം കർത്താവ്. ഇതിന് അപ്പാനുഭവത്വം കൊടുക്കുന്ന പ്രിയ സാജനെയും കുടുംബത്തെയും ക്ഷേമത്തോട് കർത്താവ് നാട്ടിൽ കൊണ്ടുപോയി മടക്കി കൊണ്ടുവന്നല്ലോ. അനേകർക്ക് കർത്താവ് ഒരു അനുഗ്രഹമായിട്ട് അവരെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങേ മാനിക്കുന്നവരങ്ങ് മാനിക്കുന്ന ഒരു ദൈവമാണ്. കുടുംബമായിട്ട് അവരെ സഹായിച്ചു വഴി നടത്തുന്ന കൃപയ്ക്കായിട്ട്, അവരെ അനുഗ്രഹിച്ചു വഴി നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ലീഡ് ചെയ്യുന്ന കർത്താവ് പ്രിയദാസനെ കർത്താവ് കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും അപ്പാ അങ്ങോട്ട് സന്നിധാനത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങ് കർത്താവ് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും അങ്ങാകയാൽ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങ് കർത്താവെ ഞങ്ങൾക്ക് കോട്ടയും സങ്കേതവുമായിരുന്നു. അപ്പൊ അടിയങ്ങൾ കുടുംബങ്ങളായിട്ട് തലമുറയായിട്ട് കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് അടിയങ്ങളെ തന്നെ കർത്താവെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ആ കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവരുടെ കർത്താവെ പറഞ്ഞും പറയാത്തതുമായിട്ടുള്ള വിഷയങ്ങളുടെ മേൽ കർത്താവ് ജയമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അർപ്പിച്ച വിഷയങ്ങളുടെ മേൽ കർത്താവ് ജയമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള കർത്താവ് വചന ശുശ്രൂഷ, തുടർന്നുള്ള പ്രാർത്ഥനകൾ അല്പസമയം കൂടെ നമ്മുടെ സന്നിധാനത്തിലായിരിക്കുന്നത് അനുഗ്രഹമാക്കി തീർക്കണമേ. ആത്മാവിനാൽ ഹല്ലേലൂയ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവെ ഞങ്ങളുടെ മീറ്റിംഗ് കർത്താവെ അപ്പച്ചാ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് നൽകിയാട്ട് മാനവും മഹത്വവും പ്രശംസയും പുകഴ്ചയും അപ്പച്ചന് മാത്രം തരുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്ന കരുതോട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗാനം ആലപിച്ച കർത്താവിന്റെ ദാസനോടും പ്രിയ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ. ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിനെ പാടി സ്തുതിപ്പാൻ ആവശ്യമായ ദൈവകൃപ നിങ്ങളുടെ മേൽ പകർന്ന് കർത്താവ് സഹായിക്കുന്നു. സണ്ണി വർഗീസ് ലൈനിലുണ്ടല്ലോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് നമ്മൾ ദൈവജനത്തിന് മുമ്പാകെയായിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ ബസ്തർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ ദൈവത്തിന്റെ വേല ശക്തമായിട്ട് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി വർഗീസ് നമ്മളോടൊപ്പം ഉണ്ട്. കർത്താവിന്റെ ദാസൻ തുടർന്ന് നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ഒരുക്കി, ദൈവവചനം സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി, അതിനോട് പ്രതികരിക്കുവാൻ മനസ്സുള്ളവരായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ ആ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ അവബോധമുള്ളവരാക്കി മാറ്റുവാൻ അതിൻ്റെതായ ഒരു അപ്ഡേറ്റ് കൂടെ തരുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനാപൂർവ്വം നാം എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താദാസൻ പാസ്റ്റർ സണ്ണി വർഗീസിനെ ദൈവവചന പ്രഘോഷണത്തിനായി ഒക്ലഹോമ പ്രയർ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചോളൂ. എത്ര സമയം വരെയാണ് പക്ഷെ ഒരു ടൈം എന്ന് പറയാമോ? സമയം പക്ഷെ ഒരു 30 മാക്സിമം 35 മിനിറ്റ്സ് ഉണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ സമയം അവിടുത്തെ സന്ധ്യ കഴിഞ്ഞുള്ള സമയവും ഇവിടെ രാവിലത്തെ സമയവുമാണ്. കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റെജി ഫിലിപ്പ് അവരുകൾ, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം നടത്തുന്ന ഒരു പ്രയർ ലൈൻ ഇവിടുത്തെ വെള്ളിയാഴ്ച, അവിടുത്തെ വ്യാഴാഴ്ച വൈകിട്ട് ഉണ്ട്.
ചില ദിവസങ്ങൾ ഞാനതിൽ പങ്കെടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അവിചാരിതമായി ആ മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോൾ അല്പസമയം ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ആവശ്യപ്പെടുകയും വളരെ സന്തോഷത്തോടുകൂടെ ഞാനിത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കർത്താവിന്റെ ദാസൻ ഓക്കലഹോമ പ്രയർ ലൈനിനെ കുറിച്ച് പറഞ്ഞു. ശുശ്രൂഷിക്കാൻ അവസരമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ചു. പ്രത്യേകിച്ച് എനിക്ക് പേരെടുത്ത് പറയാനുള്ളത് ഓക്കലഹോമ പ്രയർ ലൈനിൽ നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ ബ്രദർ സാജൻ അവർകൾ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ബിജി സഹോദരി, പ്രിയപ്പെട്ട സഹോദരിയുമായിട്ട് എൻ്റെ ഭാര്യ ഷീബയ്ക്കാണ് ഒരു റിലേഷൻ ദൈവം കൊടുത്തത്. അതൊരു പ്രയർ ലൈനിൽ കൂടെ ആണ് ആ റിലേഷൻ ഉണ്ടായത്. അതിനുശേഷം ഞാൻ പല പ്രാവശ്യം കർത്താവിന്റെ ദാസൻ സാജൻ ബ്രദർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഈ പ്രയർ ലൈനിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതുപോലെ കർത്താവിന്റെ ദാസൻ ഒരു ജോൺസൺ അച്ഛനുണ്ട്, റജി ഫിലിപ്പ് പാസ്റ്റർ, ഇവരെയൊക്കെ പരിചയപ്പെടുത്തിയത് ഫ്ലോറിഡയിലുള്ള റോസ്മാൻഡിയാണ്. ഒരുപക്ഷെ റോസ്മാൻഡിയും ഈ മീറ്റിംഗിൽ ഇപ്പോൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോസ്മാൻഡി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോസ്മാൻഡിയും സാജൻ ബ്രദറും ഒക്കെ പല പ്രാവശ്യങ്ങൾ ഇവിടെ നടന്ന ആ വലിയ പീഡനത്തിൽ പീഡിതരായവരെ സഹായിക്കാൻ അവരുടെ കരങ്ങൾ കർത്താവ് ബലപ്പെടുത്തി അവരുടെ സഹായം ഇവിടെ എത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അത് അനേകർക്ക് അത് പ്രയോജനകരമായി. അനേകം ഭവനങ്ങളിൽ അനേകർക്ക് കമ്പിളി വസ്ത്രങ്ങളും ഉടുതുണിയും സോപ്പ് എണ്ണയും റേഷൻ സാധനങ്ങളും ഒക്കെ അത് നിമിത്തമായിട്ട് കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എൻ്റെ സ്നേഹിതൻ ഛത്തീസ്ഗഡിൽ കൊണ്ടകാവ് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഷൈലു പാസ്റ്റർ, അദ്ദേഹവും ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ കാണും. അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന റോസ്മി ആന്റിയുടെ ബ്രദർ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ബാബു ഷമുവേൽ പാസ്റ്റർ ഗുജറാത്തിൽ ബറോഡയിലുണ്ട്. അദ്ദേഹവും ഈ പ്രയർ ലൈനിൽ ഉള്ള ദൈവദാസനാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പസമയം ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ഛത്തീസ്ഗഡ് എന്ന സ്റ്റേറ്റില് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ബസ്തറിൽ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഏകദേശം 46 ദൈവദാസന്മാര് നിലവിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അതിൽ വളരെ അനുഗ്രഹമായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു ഏരിയയിൽ ഞാനവിടെ പോലീസ് കസ്റ്റഡിയിലും ജയിലിലും ഒക്കെ കടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. 2011-12 കാലം അവിടെ ചില യൗവനക്കാരെ കിട്ടി, അവരെ ട്രെയിൻ ചെയ്തെടുത്തു. അവര് ശക്തമായിട്ട് അവിടെ പ്രവർത്തിച്ച നിമിത്തമായിട്ട് ഇപ്പോൾ 80 കിലോമീറ്റർ ചുറ്റളവിൽ 45 ഗ്രാമങ്ങളിൽ നിന്ന് 400-ലധികം വിശ്വാസികൾ പല സ്ഥലങ്ങളിലായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. കഴിഞ്ഞ വർഷം അവിടെ നടത്തിയ ഒരു സ്കൂൾ ഓഫ് ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ 32 സഹോദരന്മാരെ സംബന്ധിച്ചു. അവരിൽ 7 പേര് പൂർണ്ണസമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അവർ ആ ഒരു വർഷം കൊണ്ട് ഓടി നടന്ന് അനേകം ഗ്രാമങ്ങളിൽ വേല വ്യാപിപ്പിച്ചു. അനേകർ സ്നാനപ്പെട്ടു. ഈ 25-ാം തീയതിയും അവിടെ സ്നാന ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നു. ഈ വർഷം ജൂണിൽ അതുപോലെ ഒരു സ്കൂൾ ഓഫ് ലീഡർഷിപ്പ് പ്രോഗ്രാം ക്രമീകരിച്ചു. 35 സഹോദരന്മാർ ആ പ്രോഗ്രാമിൽ സംബന്ധിച്ചു. അവരെ ഗ്രാജുവേറ്റ് ചെയ്തു. അതിൽ നിന്നും 7 പേര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അവരെ ഓരോരുത്തരുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നു. അവര് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കുവാനുമായിട്ട്. ഇങ്ങനെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കർത്താവ് വേറെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. കൊറോണ കാലയളവിലും
അനേകം എല്ലായിടത്തും സഭാ ഹാളുകൾ അടയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ വിശ്വാസികൾ കൂടി വരാവുന്നവര് രാത്രി 1 മണിക്ക്, 3 മണിക്ക്, 12 മണിക്ക് ഗ്രാമങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് വളരെ ശാന്തമായി ആരും കേൾക്കാത്ത വിധത്തിൽ അവര് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ആ നിലയിൽ ആത്മാക്കളെ നേടുകയും ചെയ്തു. ആ കൊറോണ കാലയളവിലും ഏകദേശം 180-നും 185-നും ഇടയിലുള്ള ആൾക്കാർ ആ വർഷങ്ങൾ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. 2020-ലും 2021-ലും 2022-ല് 187 പേര് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. 2023 ഇപ്പോൾ 7-ാം മാസമാണ്. ഇവിടെ പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ച് കൊണ്ടിരിക്കുന്ന സമയത്തും മെയ് മാസം വരെ ഏപ്രിൽ മാസം വരെ സ്നാന ശുശ്രൂഷകൾ നടക്കുവാൻ ദൈവം സഹായിച്ചു. ഏകദേശം 80-ലധികം പ്രിയപ്പെട്ടവര് ഇതിനോടകം സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില കാര്യങ്ങൾ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അറിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 1978-79 കാലഘട്ടത്തിൽ എൻ്റെ പിതാവിനോടൊപ്പം കേരളം വിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജോലിക്ക് വേണ്ടി വന്നു. അന്ന് ഒരു വലിയ മദ്യപാനിയായി, ദൈവത്തെ അറിയാത്തവനായി, എൻ്റെ അമ്മ സ്നാനപ്പെട്ടത് നിമിത്തം എൻ്റെ അമ്മയെ കൊല്ലാൻ ഞാൻ കത്തിയും കൊണ്ട് നടന്ന സമയം ഞാൻ ഓർക്കുന്നു. എൻ്റെ വീടിന്റെ മുറ്റത്ത് കൺവെൻഷൻ നടത്തിയതിൽ അവരുടെ മെറ്റഡോർ വാൻ എന്ന തമ്പി പാസ്റ്റർക്ക് ഒരു മെറ്റഡോർ വാനാണ്. ആ വാനിന്റെ കാറ്റ് കുത്തിവിടുകയും അവരുടെ മൈക്ക് സെറ്റ് തിരിച്ചും മറിച്ചും ഒക്കെ കണക്ഷൻ കൊടുത്ത് അതിന്റെ ആംപ്ലിഫയറും ഒക്കെ നശിപ്പിച്ചു. അതുപോലെ ഒത്തിരി ഉപദ്രവങ്ങൾ ആ കൊച്ചുപ്രായത്തിൽ ഞാൻ ദൈവസഭയ്ക്കെതിരായിട്ട് ചെയ്തു. എൻ്റെ വീട്ടിൽ ഒരു എഞ്ചിനീയർ ജോൺ സാറിന്റെ നേതൃത്വത്തിൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അത് എൻ്റെ അമ്മ മാത്രമാണ് വിശ്വാസത്തിലുള്ളത്, അമ്മയുടെ അമ്മയും വിശ്വാസത്തിലുണ്ട്. ആ പ്രാർത്ഥന നടത്തരുത് എന്ന് ആക്രോശിച്ചു. അമ്മ അത് സമ്മതിച്ചില്ല. ഞാനൊരു കടുകും പാത്രത്തിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടിട്ട് ഞാൻ മരിക്കാൻ പോയി. പെന്തക്കോസ്തുകാർ നിമിത്തം എൻ്റെ കുടുംബത്തിനും എനിക്കും അപമാനം വന്നതിനാൽ ഞങ്ങളൊരു യഥാസ്ഥിക ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ആ നിലയിൽ എന്നാൽ പള്ളി ഭക്തി എൻ്റെ മൂത്ത പെങ്ങൾക്കും എല്ലാവർക്കും വളരെ ഭക്തിയുണ്ട്. അവരുടെയൊക്കെ നിർബന്ധം കൊണ്ട് ഞാൻ സൺഡേ സ്കൂൾ പഠിക്കാൻ പോകും, പള്ളിയിൽ പോകും. അതിൽ കഴിഞ്ഞ പക്ഷെ ആ പാരമ്പര്യം അതങ്ങ് രക്തത്തിൽ കലർന്നുകൂടി. അപ്പോൾ പെന്തക്കോസ്തുകാരോടുള്ള വിദ്വേഷവും വെറുപ്പും നിമിത്തം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കത്തെഴുതി. കാരണം കടുകും പാത്രത്തിൽ ഇട്ടത് ഈ പാസ്റ്റർമാർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് കടുകും പാത്രം തുറക്കുകയും ഈ കത്ത് കാണുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ ആ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടിട്ട് ഞാൻ മരിക്കാൻ പോയ മനുഷ്യനാണ്. മരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു സ്നേഹിതൻ, അവനൊരു കള്ളുകൂടിയനാണ്. അവനെന്നോട് ചോദിച്ചു, നീ എവിടെ പോകുന്നു? ഞാൻ മരിക്കാൻ പോകുന്നു. നീ എന്തിനാ മരിക്കുന്നതെന്ന് ചോദിച്ചെന്നെ കൊണ്ടുപോയി വീണ്ടും ചാരായം കുടിപ്പിച്ചു. തലയ്ക്ക് വെളിവ് കെട്ടപ്പോൾ മരണത്തിന്റെ ചിന്ത മാറി. അവൻ അവിടുന്ന് എന്നെ കൊണ്ട് മാന്നാർ എന്ന സ്ഥലത്ത് ഒരു എംബസി ഒരു ഹോട്ടലുണ്ട്. അവൻ ആ ഹോട്ടലിലെ തൊഴിലാളിയാണ്. ആ ഹോട്ടലിൽ എന്നെ കൊണ്ടുപോയി അവിടെ എൻ്റെ ജോലി ചായ എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കടുകുപാത്രത്തിൽ കണ്ട കത്ത് കണ്ട് എൻ്റെ അമ്മ വാവിട്ട് നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വന്ന ഒരു പ്രവാചകൻ ഒരു വെളിപ്പാട് കണ്ടു. അദ്ദേഹം ഈ ഹോട്ടലിന്റെ പേര് വരെ പറഞ്ഞ് ഒരു പ്രവചനം പറഞ്ഞു. മകൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കറിയാം ഈ എൻ്റെ അയൽവാസിയാണ്, അവന്റെ പേര് തമ്പി എന്നാണ്. തമ്പി ഇന്നടുത്തുണ്ടെന്നറിയാം. അങ്ങനെ അമ്മ ഉപവാസ പ്രാർത്ഥന തീർന്നിട്ട് ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ വന്നപ്പോൾ ഞാൻ അമ്മയെ കണ്ടു. അമ്മയകത്ത് കയറിയിരുന്നു. ഞാൻ എൻ്റെ കൂടെ നിന്നവനോട് പറഞ്ഞു, അവിടെ ഒരു സ്ത്രീ വന്നിരിക്കുന്നു, അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ പറഞ്ഞു. അവൻ ചോദിച്ചു, എന്തു വേണം? പറയും, എൻ്റെ മോനെ വേണം. ആരാ മോൻ? സണ്ണി. അവൻ വന്ന് എന്നെ ചീത്ത വിളിച്ചു, എടാ നിന്റെ അമ്മയാ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയില്ല, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കേട്ടുകൊണ്ടിരുന്ന ഒരു പോലീസുകാരുണ്ടായിരുന്നു, മാന്നാർ സ്റ്റേഷനിലെ പോലീസുകാർ. അദ്ദേഹം എന്നെ വിളിച്ച് ഒത്തിരി ഗുണദൂഷിച്ചു. പക്ഷെ ആ ഗുണദൂഷം എൻ്റെ തലയ്ക്ക് കയറിയില്ല.
പിന്നെ വല്യപ്പച്ചൻ വന്നാണ് എന്നെ അവിടുന്ന് പിടിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത ജീവിതം നയിക്കുമ്പോഴാണ് എൻ്റെ പിതാവിനോടൊപ്പം ഞാൻ ജോലിക്കെന്നും പറഞ്ഞ് നോർത്ത് ഇന്ത്യ വന്നത്. ആ 83 വരെ ഞാൻ ജോലി ചെയ്തു. 83 എൻ്റെ അമിതമായ മദ്യപാനവും ദൈവഭയമില്ലാത്ത ജീവിതവും നിമിത്തം ഞാനൊരു ക്ഷയരോഗിയായി മാറുവാനിടയായി. എൻ്റെ ലങ്സുകൾ രണ്ടും തകർന്നു. എൻ്റെ ശരീരത്തിൽ രക്തം വറ്റി, എൻ്റെ മാംസം ഉണങ്ങി, ഞാനൊരു അസ്ഥിക്കോലമായി, ഒരു ശ്വാസമെടുത്തു വിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. ലാസ്റ്റ് ഞാനൊരു കത്തെഴുതി ഓഫീസിൽ കൊടുത്തിട്ട്, ഞാൻ വിദേശയിലാണ്, കത്തെഴുതി ഞാൻ ഓഫീസിൽ കൊടുത്തിട്ട് ഞാൻ നാട്ടിലേക്ക് ഒരു മുടിയൻ പുത്രൻ കയറി പോകുന്ന പോലെ 5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ എത്തുവാനിടയായി. വീട് ഞാൻ നടന്നാണ്, ഒരു മുഷിഞ്ഞ വസ്ത്രവും ഒരു ചെറിയൊരു ബാഗ്, അതിൽ കൂടുതൽ വെയിറ്റ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതിനകത്ത് ഒരു ജോഡി ഡ്രസ് ഉണ്ട്. അതുമായിട്ട് ഞാൻ വീടിന്റെ മുറ്റത്ത് നിന്നപ്പോൾ ഒരു ഉച്ച സമയമാണ്. എൻ്റെ അമ്മ വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. അമ്മ എന്നെ കണ്ടിട്ട് അമ്മ വിചാരിച്ചു ഞാനൊരു ഭിക്ഷക്കാരനാണ്. അമ്മ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ, പോയിട്ട് പിന്നെപ്പോഴെങ്കിലും വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ അമ്മയുടെ മോൻ സണ്ണിയാണ്. അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു വാവിട്ട് കരഞ്ഞു. മുറിക്കകത്ത് കൊണ്ടുപോയി എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ വേഷവിധാനവും ശരീരവും കണ്ട് എൻ്റെ അമ്മയുടെ ഹൃദയം തകർന്നു. അമ്മ പറഞ്ഞു, മോനെ കഴിഞ്ഞ 5 വർഷമായിട്ട് എനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഫലമാണ് മോൻ വന്നത്. എന്നെ ആയുസോടെ എനിക്ക് തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. ഒരമ്മയുടെ ആശ്വാസവചനം. നമ്മ നിത്യതയിൽ വിശ്രമിക്കുന്നെങ്കിലും എൻ്റെ അമ്മയെ എനിക്ക് മറക്കാൻ കഴിയില്ല. അവിടെ നിന്നാണ് നാട്ടിൽ പല ഡോക്ടർമാരെ കാണിച്ചു. അവരെല്ലാം ഇതിന് പ്രതിവിധിയില്ല എന്ന് വിധി എഴുതി. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. സെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷനും അതിന്റെ ഗുളികകളും 1.5 വർഷത്തെ ഒരു കോഴ്സ് അവര് അനുവദിച്ചു. ഒന്നതേ ഉള്ളൂ നിവർത്തിയായിട്ടുള്ളത്. പ്രൈവറ്റിൽ കിട്ടുകയില്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോ ആ മരുന്ന് കഴിച്ച് ഞാൻ 1 മാസം കഷ്ടിച്ച് കഴിക്കുന്നതിന് മുമ്പേ 1983 ഡിസംബർ 31 മരണഭീതി മാറുവാൻ ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ തലഭാഗത്ത് രാക്ഷസ ജീവികളിൽ നിന്ന് അട്ടഹസിക്കുന്നതും എൻ്റെ കാൽക്കൽ ദൈവദൂതന്മാർ സഹായരായിട്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ട് എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം വിട്ട് പോകുന്നതായിട്ട് എനിക്ക് അനുഭവമായി. പെട്ടെന്ന് ആത്മാവ് ശരീരത്തിലേക്ക് വന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് വാവിട്ട് കരഞ്ഞു. ഒരു കസേരയിലിരുന്നു. എൻ്റെ അമ്മ അടുത്ത് വന്ന് പ്രഭാതം വരെ എൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു, മോൻ കിടക്ക്. ഞാൻ പറഞ്ഞു, അമ്മയെ ഞാൻ കണ്ണടച്ചാൽ മരിച്ചു പോകും. ആ മരണഭീതിയാണ് എന്നെ കർത്താവിലേക്ക് അടുപ്പിച്ചത്. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, നിന്റെ അമ്മയുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകും, പെന്തക്കോസ്തിലൊന്നും ചേരരുത്. പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ നീ വെള്ളത്തിലൊന്നും മുങ്ങാൻ പോകരുത്, പ്രാർത്ഥനയ്ക്ക് പോകും എന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബർ 31 വാച്ച് നൈറ്റ് പ്രയറിൽ ഞാൻ പോയി. തീ കത്തിക്കുക തീ കത്തിക്കുക എന്നുള്ള പാട്ടുപാടി എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മയും തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നു. ഒരു മുടിയൻ പുത്രൻ മടങ്ങി വന്ന സന്തോഷത്തിൽ ഞാനത് കണ്ട്, ഈ ഭ്രാന്ത് എനിക്ക് കയറി പിടിച്ചാൽ താങ്ങാൻ എനിക്ക് എൻ്റെ ശരീരത്തിന് ബലമില്ല കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ആരും എന്നെ ഗൈഡ് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും ഞാൻ ആ പ്രാർത്ഥനാലയത്തിൽ വന്നിരിക്കുമ്പോൾ കണ്ടു. അന്ന് രാത്രിയിൽ വാവിട്ട് നിലവിളിച്ചു യേശുവിനെ സ്വീകരിച്ചു. 1984 ജനുവരി 28 ഞാൻ സ്നാനപ്പെട്ടു. 1984 ഫെബ്രുവരി മാസം 15 രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മുറിക്കകത്ത് സൂര്യനെ വെല്ലുന്ന വലിയൊരു പ്രകാശം വന്നു. എൻ്റെ ശരീരത്തു നിന്ന് കയറുകൾ അഴിച്ചു മാറ്റി എൻ്റെ തലയെടുത്ത് പടിയിൽ വെച്ചു എന്നെ തലോടി. ഞാൻ അതിനെ സൗഖ്യമാക്കുന്ന യേശു എന്നോട്, എൻ്റെ ഈ ഭാഗത്തല്ലേ നിനക്ക് രോഗമുള്ളത്? എൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ കരങ്ങൾ നീട്ടി എന്നെ തലോടി. അതുവരെയും എൻ്റെ തലക്കടയിൽ ഒരു കോളാമ്പിയുണ്ട്, ചുമച്ചു തുപ്പുന്ന കഫവും രക്തവും. അതായത് സ്റ്റോക്ക് ചെയ്ത് രാവിലെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കഴുകി വീണ്ടും അത് തുപ്പാനായിട്ട് വയ്ക്കും.
കട്ട രക്തമാണ് വരുന്നത്. പക്ഷെ അന്ന് രാത്രിയിൽ എന്റെ കർത്താവിനെ സൗഖ്യമാക്കി ചില ദർശനങ്ങൾ എനിക്ക് നൽകി. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ചില ദർശനങ്ങൾ നൽകിയപ്പോൾ എനിക്ക് മറ്റൊന്നും ഒരു ചിന്തയുമില്ലാതെ ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. കേരളത്തിൽ പല ഭാഗങ്ങൾ പ്രവർത്തിച്ചു. 1994 ഞാൻ ആന്ധ്രയിൽ ഒരു പൈനിയർ വർക്കറായിട്ട് വന്നു. നക്സലേറ്റ് കുടികുത്തി വാഴുന്ന പ്രദേശത്ത് കരീംനഗർ ഡിസ്ട്രിക്റ്റിൽ ഒരു ഫിലിം പ്രൊജക്ടറുമായിട്ട് വന്ന് ഗ്രാമങ്ങൾ കയറിയിറങ്ങി ഫിലിം കാണിച്ച് സുവിശേഷം പറഞ്ഞു. അവിടെ സഭകൾ സ്ഥാപിച്ചു. പക്ഷേ എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, വേല കൊണ്ട് നടക്കാൻ നിവൃത്തിയില്ല, ആരും സഹായത്തിനില്ല. ഞാൻ ആകെ നിരാശനായി. ഞാൻ 1 വർഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇനിയും എൻ്റെ ആയുസ്സിൽ ഞാൻ കേരളം വിട്ട് ഒരു സ്ഥലത്തേക്കും പോവുകയില്ലെന്ന് തീരുമാനമെടുത്ത് ഞാൻ വീണ്ടും 98 നാട്ടിലേക്ക് യാത്രയായി. നാട്ടിൽ ചെന്ന് പല സെന്ററിന്റെ ചാർജ് എടുത്തു. ആലപ്പുഴ സെന്ററിന്റെ ചാർജിൽ ഇരിക്കുമ്പോഴാണ് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ദൈവദാസനിലൂടെ എന്നോട് ദൂത് പറയുന്നത്, ദൈവദാസനെ നിന്റെ കൂടാരം പൊങ്ങി അപരിഷ്കൃതരായ ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ അയക്കുന്നു. വനം പ്രദേശമാണ്, അവിടെ കാട്ടുജാതികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. നീ ശവടക്കും കല്യാണവുമല്ല നിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ദൂത് പറഞ്ഞപ്പോൾ ആ പ്രവാചകനോട് എനിക്ക് ദേഷ്യം വന്നു. ഉപവാസത്തിന്റെ 16ാമത്തെ ദിവസമാണ്. ഞാൻ ആ രാത്രിയിൽ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് നിലവിളിച്ചു. ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ കേരളം വിട്ട് പോവുകയില്ലെന്ന തീരുമാനമെടുത്ത് ഞാൻ കേരളത്തിൽ വന്നയാളാണ്. ഞാൻ ഇനിയും കേരളം വിട്ട് പോവുകയില്ല. പക്ഷേ ഈ ദൂത് എന്നെ കേൾപ്പിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നിലവിളിച്ചു. ദൈവം എന്നോട് പ്രഭാതത്തോടടുത്ത് വന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നീ പ്രവൃത്തി 13:47 വായിക്കും. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം ആകേണ്ടത് ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കിയിരിക്കുന്നു, നിന്റെ റൂട്ട് ഞാൻ തിരിച്ചിരിക്കുന്നു എന്ന് എന്നോട് സംസാരിച്ചു. എനിക്ക് തൃപ്തിയായില്ല. വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ കേരളം വിട്ടാൽ കേരളത്തിലേക്ക് മടങ്ങി വരാതെ വണ്ണം ഒരടയാളം എനിക്ക് തരണമേ. എന്റെ കർത്താവ് എന്റെ മനസ്സിനകത്തൊരു ഭയം ഇട്ടു. ഞാൻ കേരളത്തിൽ ശുശ്രൂഷിച്ചാൽ പരാജയപ്പെട്ടു പോകും എന്ന ഒരു ഭയം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ എന്റെ നേതൃത്വം ആവശ്യപ്പെട്ടു. ഞാൻ ഛത്തീസ്ഗഡിലേക്ക് വന്നു. ഛത്തീസ്ഗഡിലേക്ക് വന്നപ്പോൾ ഇവിടെ 2 സഹോദരിമാര് 2 സഹോദരന്മാരും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കൂടെ ചേർന്ന് ഞാനും പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. പ്രവർത്തനം ആരംഭിച്ചു. ഒറീസയിലേക്ക് പ്രവർത്തനം വ്യാപിച്ചു. ജാർഖണ്ഡ് വരെ പോയി, മധ്യപ്രദേശിൽ പോയി. ഛത്തീസ്ഗഡിന്റെ അനേകം ഗ്രാമങ്ങൾ, അനേകം പട്ടണങ്ങൾ കയറിയിറങ്ങി കർത്താവിന്റെ വേല ചെയ്തു. അന്ന് എന്റെ ഹൃദയത്തിൽ തന്ന ഒരാത്മഭാരം, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഒരുപടി മണ്ണെടുക്കും, പ്രാർത്ഥിക്കും, കർത്താവേ, ഇവിടെ ആരോട് വചനം പറയും, എങ്ങോട്ട് പോകും, ആരെ കാണും? ഞാൻ വിശ്വാസത്താൽ വിത്ത് വിതയ്ക്കുന്നതിന് പകരം ഈ മണ്ണ്, ഈ സ്ഥലത്തു നിന്ന് എടുത്ത മണ്ണ് ഞാൻ പ്രാർത്ഥിച്ച് വിതർന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഞാനത് വിതറുമായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ അവിടെയൊക്കെ സഭകൾ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണയുള്ള ദൈവത്തിന്റെ വചനം നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനം മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. ഈ ദിവസം നമ്മുടെ കർത്താവിനെ വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. തകർന്നു കിടന്ന മതിലും അതുപോലുള്ള പുനർനിർമ്മാണ കാര്യങ്ങൾ ചെയ്ത അനന്തരം ദൈവത്തിന്റെ സഭയെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് ന്യായപ്രമാണം ഗ്രഹിപ്പാൻ, അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീർവാതിലുള്ള വിശാല സ്ഥലത്ത് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷാരവും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സകല ജനവും ശ്രദ്ധിച്ചു കേട്ടു. മാത്രമല്ല അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അവർ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട്
അടുത്ത വാക്യം പറയുന്നത്, നിങ്ങൾ ദുഃഖിക്കരുത്. ഈ ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ ജനം കരഞ്ഞുപോയി. നിങ്ങൾ ദുഃഖിക്കരുതെന്ന് പറഞ്ഞു, പക്ഷെ ജനം കരഞ്ഞുപോയി. അപ്പൊ ന്യായപ്രമാണത്തില് എന്താണ് അവരെ കേൾപ്പിച്ചിട്ട് എന്താണ് ദുഃഖിക്കരുത് എന്ന് പറഞ്ഞത്? ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവര് എന്തുകൊണ്ടാണ് കരയുവാൻ ഇടയായത്? അതിന്റെ 7-ാമത്തെ അതിന്റെ 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചു. രട്ടെടുത്ത് തലയിൽ പൂഴി വാരിയിട്ട് കൂടി വന്നു. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിയിൽ നിന്ന് വേർതിരിഞ്ഞു നിന്നു തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. അന്ന് ഒരു യാമത്തോളവും തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളവും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. അപ്പൊ ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്, എസ്രായും നെഹമ്യാവും കൂടെ ചെന്ന് വായിച്ച് കേൾപ്പിച്ചതും മനസ്സിലാകത്തക്കവണ്ണം അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തതും ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മനം തിരിവിന്റെ, ഒരു മാനസാന്തരത്തിന്റെ വചനങ്ങൾ ആയിരുന്നു. മാനസാന്തരത്തിന്റെ വചനം കേട്ടപ്പോൾ ഹൃദയം കഠിനപ്പെടുകയല്ല ചെയ്തത്. ആമേ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞിട്ടും ജനം കരയുവാൻ ഇടയായി തീർന്നു. ആമേൻ. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ മാസത്തിൽ തന്നെ 24-ാം തീയതി അവർ ഒരുമിച്ച് കൂടി വന്നു. ന്യായപ്രമാണ പുസ്തകം 3 മണിക്കൂർ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേട്ടു. 3 മണിക്കൂർ അവർ തങ്ങൾ ചെയ്ത പാപവും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പാപവും ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ, ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് നമ്മുടെ മാനസാന്തരമാണ്. ആമേൻ. നമ്മൾ മാനസാന്തരം എന്ന പദം കേൾക്കുമ്പോൾ അത് ജാതികൾക്ക് ഉള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുമെന്നാൽ ദൈവത്തിന്റെ സഭയിൽ ആണ് മാനസാന്തരം ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത്. കാരണം അന്ത്യകാലമാണ്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. അധർമ്മം പെരുകുന്നത് കൊണ്ട് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാകുന്നു. അധർമ്മം പെരുകുന്നത് കൊണ്ട് സാത്താന്യ പ്രവർത്തികൾ വർദ്ധിക്കുന്നു. അധർമ്മം പെരുകുന്നത് കൊണ്ട് ആമേൻ അനേകരുടെ പ്രത്യാശ നഷ്ടപ്പെടുന്നു. അനേകരുടെ ആരാധന അലസതയായി മാറുന്നു. പ്രാർത്ഥന അലസതയായി മാറുന്നു. ആത്മീക കൂട്ടായ്മകൾ അലസതയായി മാറുന്നു. ഓ ഹല്ലേലൂയ. അനേകർ ആമേൻ 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 ഒരു പൊത്തൂരുത്വത്തിൽ ജീവിച്ചു പുറത്തു പോകുന്നു. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന തന്നെ പെർസിക്യൂഷൻ, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയാണല്ലോ. ആമേൻ ഹല്ലേലൂയ. യഹോവയെങ്കിലെ സന്തോഷമാണ് നമ്മുടെ ബലം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വായിച്ചു കേൾപ്പിച്ചല്ലോ. പഴയ നിയമത്തിൽ യഹോവയുടെ ബലമുള്ള ഭുജം കൊണ്ട് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചു എന്ന് ആമേൻ നമ്മൾ വായിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ നീതിയുള്ള ആ ബലമുള്ള കരങ്ങളെ കണ്ട് ആമേൻ അവർ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ആമേൻ. 13-ാമത്തെ പുറപ്പാട് 13-3 വായിക്കുമ്പോൾ ബലമുള്ള കരങ്ങളാൽ മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ചു. ആമേൻ. 15-ാമത്തെ 2-ാം വാക്യം വായിക്കുമ്പോൾ മിരിയാമിന്റെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ബലത്തെ ആമേൻ വർണ്ണിച്ചുകൊണ്ട് എന്റെ ബലവും ഗീതവും എന്നവർ പാട്ടുപാടുവാനിടയായി. 84-ാം സങ്കീർത്തനത്തിൽ വന്നപ്പോൾ കോരഹൂത്രന്മാർ ആത്മാവിൽ നിറഞ്ഞു പാടി ആമേൻ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാകുന്നു. ആമേൻ. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ബലം അതാണ് നമ്മുടെ സന്തോഷം. ദൈവത്തിന്റെ ബലം അതാണ് നമ്മുടെ സന്തോഷം. സദൃശ്യവാക്യം 30-ാം അധ്യായത്തിൽ 31-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നു. ദൈവസഭയ്ക്ക് തുല്യമായി ആമേൻ ബലവും മഹിമയും അവളുടെ ഉടുപ്പ് എന്ന് ആമേൻ
ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സദൃശവാക്യം 17:22 വായിക്കുമ്പോൾ സന്തോഷമുള്ള, സന്തുഷ്ടമുള്ള, സാറ്റിസ്ഫൈഡായ, സംതൃപ്തിയുള്ള ഹൃദയം ഒരു നല്ല ഔഷധമാണ്. ഇന്നത്തെ ലോകം സംതൃപ്തിയില്ലാത്ത ലോകമാണ്, അൺസാറ്റിസ്ഫൈഡ് വേൾഡാണ്. ഒരു വിധത്തിലും സന്തോഷമില്ലാത്ത ഒരു ലോകമാണ്. എല്ലാം ഉണ്ടെങ്കിലും സന്തോഷമില്ല, എല്ലാവരും ഉണ്ടെങ്കിലും സന്തോഷമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു യൗവനക്കാരനുമായിട്ട് സംസാരിച്ചു. അവൻ എന്നോട് പറഞ്ഞത് അവന്റെ മോളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തെ കുറിച്ചാണ്. അവനത് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പൈസ ഉണ്ടെങ്കിലേ, പക്ഷെ മനസ്സിന് സമാധാനമില്ല, മനസ്സിന്റെ സന്തോഷം പോയി, മനസ്സിന്റെ സന്തോഷം നഷ്ടപ്പെട്ട അനേകര് ഉണ്ട്. പല കാരണങ്ങളാൽ മനുഷ്യന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന സന്തോഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ദൈവരാജ്യം. ഭക്ഷണമല്ല, പാനീയമല്ല, ദൈവത്തിന്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ്. എന്നാൽ ഞാനായിരിക്കുന്ന ഈ പ്രവർത്തന സ്ഥലത്ത് സന്തോഷവും ബലവും നഷ്ടപ്പെട്ടു പോകുന്ന അനേകം സാഹചര്യങ്ങളുണ്ട്. ഈ മെയ് മാസോട് ഈ ജൂൺ മാസം ആയപ്പോൾ പറമ്പിൽ അവരുടെ സ്വന്തം സ്ഥലത്ത് പട്ടയമുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുവാനായിട്ട് അവര് കൃഷി സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ആൾക്കാർ വന്ന് അവരെ അടിച്ചുപദ്രവിച്ച് മാരകമായി മുറിവേൽപ്പിച്ച് അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഇവിടുത്തെ പോലീസ് അധികാരികൾ പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികൾ അസമാധാനം ഉണ്ടാക്കുന്നവരാണ്. ഗ്രാമത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുവാൻ ഭൂരിപക്ഷത്തിനോടൊപ്പം ചേർന്നുകൊള്ളുക. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർ നമ്മളെ തിരിച്ച് നമ്മളോട് ഇങ്ങനെ പറയും, എന്റെ കൂട്ടു സഹോദരങ്ങൾ ജയിലിൽ കടന്നപ്പോൾ ജയിലിനകത്തുപോയി ഒരു സർക്കിള് അവരെ ബ്രെയിൻ വാഷ് ചെയ്തു. നിങ്ങൾ എന്തിനു ഒറ്റപ്പെട്ട് ജീവിക്കുന്നു? നിങ്ങൾ എന്തിനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു? നിങ്ങൾക്ക് സമാധാനവുമായി ജീവിക്കണ്ടേ? നിങ്ങൾ ഭൂരിപക്ഷത്തിനോടൊപ്പം ചേർന്നുകൊള്ളുക. ഇങ്ങനെ അവരെ ബ്രെയിൻ വാഷ് ചെയ്യുവാൻ ഇടയായി തീർന്നു. ബലം നഷ്ടപ്പെട്ടു പോയ അനേകർ ഘർ വാപ്പസി എന്ന സംവിധാനത്തിലൂടെ പിന്തിരിഞ്ഞു നിൽക്കുന്നു. അനേകരുടെ തലയിൽ ഗർഭാപസിയുടെ വെള്ളമൊഴിച്ച് അവരെ പഴയ ജീവിത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരന്തരീക്ഷമാണ്. കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്ന പ്രതികൂലങ്ങൾ, തീ ജ്വാല നിന്നപ്പോൾ ഇവിടുത്തെ പള്ളികൾ കത്തിച്ചു, വീടുകൾ കത്തിച്ചു. ആളുകൾ ഗ്രാമവും അവരുടെ വീടും എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് യാത്രയായി. 2 ഗർഭിണി സഹോദരിമാരെ എന്റെ അഭയാർത്ഥി ക്യാമ്പിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഒരാൾക്ക് 9 മാസവും ഒരാൾക്ക് 6 മാസം കഴിഞ്ഞ അവസ്ഥ. നിറവയറോടുകൂടെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവര് കാട്ടിനകത്ത് കയറി. അവർക്ക് ഓടുവാൻ നിവർത്തിയില്ല. അവരൊരു പാറയ്ക്ക് മറഞ്ഞ് അവിടെ ഒളിച്ചിരിപ്പാനിടയായി. ആ പാറയ്ക്ക് മറഞ്ഞ് ഒളിച്ചിരുന്നപ്പോൾ വലിയ മാരകായുധങ്ങളുമായി വിരോധികൾ ആ കാട്ടിനകത്ത് കയറി കണ്ടവരെ ഉപദ്രവിച്ചു. ഈ പാവപ്പെട്ട സഹോദരിമാർ ശ്വാസം പോലും വിടാൻ നിവർത്തിയില്ലാതെ അവരവിടെ അഭയം തേടി. പ്രഭാതയാമമായപ്പോൾ കിലോമീറ്ററുകൾ നടന്ന് അവരൊരു പട്ടണത്തിൽ വന്നു. ഒരു സഭയിൽ അഭയം തേടി. ആ 9 മാസം ഗർഭിണിയായ സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടായി. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവരൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. 7 മാസം ഗർഭിണിയായ സ്ത്രീ, അവരുടെ കണ്ണുകൾ കുഴിഞ്ഞു, അവരുടെ ശരീരം ക്ഷയിച്ചു. അവർക്ക് ആഹാരവും വെള്ളവുമില്ലാതെ ദിവസങ്ങൾ അവർ കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഞാൻ കൊണ്ടുകൊടുത്ത അരിയും ആഹാര സാധനങ്ങൾ കണ്ടപ്പോൾ ആ സ്ത്രീ വാവിട്ട് നിലവിളിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടു, പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടു, മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെ കണ്ടു, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഇന്ന് തീ ജ്വാല കെട്ടെങ്കിലും ആ തീക്കനൽ ഇന്നും കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഗ്രാമങ്ങളിലേക്ക് കയറുവാൻ പറ്റുന്നില്ല. ഇവിടുത്തെ നിയമമനുസരിച്ച് ഒരാൾ ക്രിസ്ത്യാനി എന്ന് പറയണമെങ്കിൽ കളക്ട്രേറ്റിൽ നിന്ന് കളക്ടർ അനുവാദം കൊടുക്കണം മതം മാറിയെന്ന്. നമ്മുടെ ഇഷ്ടപ്രകാരം മതം മാറിയാലും ഗവൺമെന്റ് ലീഗലായിട്ട് മതം മാറണമെങ്കിൽ അതിന്റെ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ അവർക്ക് കളക്ട്രേറ്റിൽ നിന്ന്
അനുമതി കിട്ടുകയുള്ളൂ. ഇങ്ങനെ അനുമതി കിട്ടാത്ത ഒരു സമയമാണ്. ബാർ കൗൺസിൽ കൂടി ആമേൻ മതപരിവർത്തനത്തിനുള്ള നോട്ടറൈസ്ഡ് ചെയ്യാൻ പാടില്ല, പേപ്പർ കൊടുക്കാൻ പാടില്ല. വെണ്ടർമാരെ വിലക്കി ഇതിന് വരുന്ന ആൾക്കാരെ പേപ്പർ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇവിടുത്തെ ആദിവാസികൾ ഒരിക്കലും ഹിന്ദുക്കളല്ല, പക്ഷേ ഗവൺമെന്റ് അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഹിന്ദുക്കൾ എന്ന് മുദ്ര കുത്തുവാൻ ഇടയായി തീർന്നു. അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ഹിന്ദുവാണ്, നിങ്ങളുടെ റെക്കോർഡുകൾ ഹിന്ദുവാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ കളക്ടറേറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ. പോലീസുകാരും ചോദിക്കുന്നത് അതാണ്, തഹസീൽദാർ വന്നാൽ അതാണ് ചോദിക്കുന്നത്, കളക്ടർ വന്നാൽ അതാണ് ചോദിക്കുന്നത്. ആമേൻ. മരിച്ചാൽ കുഴിച്ചിടാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ ആമേൻ ഇവിടെ അടക്കാം, ക്രിസ്ത്യാനിയാണെങ്കിൽ ഇവിടെ അടക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ക്രിസ്ത്യാനിയായെങ്കിൽ അതിന്റെ തെളിവുകൾ കൊണ്ടുപോവാ. ഞാൻ ശുശ്രൂഷിക്കുന്ന ജഗദൽപൂർ പട്ടണത്തിൽ എന്റെ കൂടെ ആത്മാവിൽ ആരാധിക്കുന്ന ആമേൻ ഇവിടുത്തെ ഹിന്ദിക്കാരായ ദൈവ വിശ്വാസികളുടെ വീടുകളിൽ കോട്ടേജ് മീറ്റിങ്ങുകൾ ചില മാസങ്ങളായി ഞാൻ നടത്താറില്ല, വീടുകൾ വിസിറ്റ് ചെയ്യാറില്ല. ആമേൻ. പോയാൽ തന്നെ ഞാനൊരു ടീഷർട്ട് ഇട്ട് ഒരു സാധാരണ വേഷം മാത്രം, എന്നാലും എന്നെ കാണുമ്പോൾ തിരിച്ചറിയാം. എന്റെ വാഹനം അവർക്ക് ആമേൻ നോട്ടം ഇട്ടിരിക്കുകയാണ്. ഞാനൊരു ടാർഗറ്റിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഏത് സമയത്തും എന്തും എപ്പോഴും സംഭവിക്കാം. ഏത് സമയത്ത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ ആമേൻ ആ നിലയിൽ. ഗ്രാമങ്ങളിൽ പോയാൽ ആമേൻ പേസാക്കാനൂൻ വെളിയിൽ നിന്നുള്ളവർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. വനപ്രദേശത്ത് നമ്മുടെ സഭകളുണ്ട്. വനപ്രദേശത്തുള്ള സഭകളിൽ ചെന്നാൽ അവിടെ നക്സലൈറ്റുകൾ അതിഭയങ്കരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. എല്ലാവിധത്തിലും എല്ലായിടത്തു നിന്നും ഭയങ്കരന്മാരുടെ ആമേൻ കാറ്റുകൾ, ചുഴലിക്കാറ്റുകൾ മതിലിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ ദൈവജനത്തിന്റെ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് അഭയം. ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് സങ്കേതം. ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് ഞങ്ങളിവിടെ കർത്താവിന്റെ വേല ആമേൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ചെയ്തതിനേക്കാളും ശക്തമായ വേല ഇനിയും നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യഹോവയിലെ സന്തോഷമാണ് ഞങ്ങളുടെ ബലം. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ കരയരുത് എന്ന് ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ കൂട്ട സഹോദരന്മാരെ, ഈ വചനം പറഞ്ഞ് ഞാൻ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ ഒരു വലിയ ധീരത പറയുകയല്ല, ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. യഹോവയാണ് എന്റെ ബലം. ആമേൻ. ബലം എന്നുള്ളതിന് ധൈര്യം എന്ന പദമുണ്ട്, ശക്തി എന്ന പദമുണ്ട്. ആമേൻ. അവനാണ് എന്റെ ധൈര്യം. എന്റെ ധൈര്യം ക്ഷയിച്ചു പോകാതിരിപ്പാൻ, എന്റെ കൂടെ നിൽക്കുന്നവരുടെ ധൈര്യം ക്ഷയിച്ചു പോകാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കൃപയാൽ ഒരു തെരഞ്ഞെടുപ്പിൻ ശേഷിപ്പുള്ളത് കൊണ്ട് ഇന്നും കർത്താവിന്റെ വേല നിന്നിട്ടില്ല. ആമേൻ. ആരാധന നിന്നിട്ടില്ല. ആമേൻ. അത് ആളി കത്തുന്ന ഒരു തീ ജ്വാലയായി പ്രതികൂലങ്ങൾ എങ്ങനെ ആഞ്ഞു കത്തിയോ അതിലും ശക്തമായി സുവിശേഷത്തിന്റെ തീ ആമേൻ ആളി കത്തുമെന്ന ഒരു ഉറപ്പോടും വിശ്വാസത്തോടും പ്രത്യാശയോടും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് ഈ അവസരം അനുവദിച്ചു തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ റജി ഫിലിപ്പ് പാസ്റ്ററോടും ആമേൻ സാജൻ ബ്രദറിനോടും കുടുംബത്തോടും എന്റെ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. സർവശക്തൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.